ഇപ്പം എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയാം, എനിക്ക് ഏറ്റവും നല്ല കപ്പിൾസിനെ കാണുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് നോക്കണ്ട, എൻ്റെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചീനും നോക്കിയാൽ മതി. കൊല്ലത്തിലൊരിക്കലാണ് എൻ്റെ അപ്പം നാട്ടിൽ വരുള്ളൂ. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങേര് ഇത്ര പ്രായമായിട്ട് ഇത്ര സ്നേഹ എൻ്റെ അമ്മോട് അങ്ങനെ തോന്നും. ഇതുവരെ അവിടെ സ്ത്രീധനം അങ്ങനത്തെ ഒരു തർക്കം ഞാൻ കേട്ടിട്ടില്ല. പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പോൾ പോലും അമ്മയുടെ അമ്മ, അതായത് എൻ്റെ അമ്മാമ്മ പറയും ഞാൻ തരാം, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ അപ്പച്ചൻ പറയും വേണ്ട, നമുക്കുള്ളത് വെച്ച് പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചോറിനാളെ വകുപ്പൊക്കെ നമ്മുടെ വീട്ടിലില്ല, പൊക്കോളും. ചിലപ്പോൾ കല്യാണമൊക്കെ വരുമ്പോഴേ കസിൻസിന് ഇങ്ങനെ സ്വർണ്ണം എടുത്ത് കൊടുക്കണം, കമ്മലെടുത്ത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയും നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, സാലറി കിട്ടിയിട്ടില്ല, എനിക്ക് ഈ കല്യാണത്തിന് കിട്ടിയ മോതിരമുണ്ട്, അത് പണയം വെക്കാം എന്നൊരു വിൽക്കാം. അപ്പച്ചൻ പറയും വേണ്ട, നീ കൊടുക്കണ്ട, നമുക്ക് ഒന്നില്ലെങ്കിൽ 500 രൂപയ്ക്ക് 500 രൂപ കൊടുക്കാം, കൊടുക്കാല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കല്യാണം ഉണ്ടിട്ട് വരും, നമുക്ക് സ്നേഹമല്ലേ അത് മതി, അല്ലാണ്ട് നീ നിൻ്റെ അകത്ത് വിറ്റിട്ട് എൻ്റെ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി നീ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയും. തീരെ പറ്റാണ്ടായിപ്പോൾ ഒരു വട്ടം എൻ്റെ അമ്മാമ്മ ഞങ്ങൾ കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു സഹായിക്കാൻ. അതുപോലെ വേറെ കുറച്ച് ആൾക്കാർ തന്നു. അപ്പച്ചൻ ആദ്യം ചെയ്തത് അമ്മാമ്മയുടെ കടം തീർക്കാന്നുള്ളതാണ്. കാരണം ഞാൻ നിന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് പൈസ കിട്ടുന്നുള്ള പ്രതീക്ഷയിലല്ല ഞാൻ കിട്ടിയത്, നിന്നെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കിട്ടിയത്. അപ്പം നിന്റെ വീട്ടിലത്തെ പൈസ പിന്നെ പോട്ടെ, ബാക്കി എല്ലാവരും നാട്ടുകാരന് മുന്നേ വലിയ ആളാവും, അങ്ങനെയല്ല, നീയാണ് എനിക്ക് ഏറ്റവും വലുത്, നീ കഴിഞ്ഞിട്ടാണ് എനിക്ക് എല്ലാവരും ഉള്ളൂ, നിന്റെ ആദ്യം സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ ബാക്കിയുള്ളവരെ പോകുള്ളൂ. അങ്ങനത്തെ ഒരു അപ്പച്ചനാണ് എനിക്ക് കിട്ടണേ. അതെനിക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയാം. കാരണം ശരിയാണ്, എൻ്റെ വീട്ടിലതുണ്ട്, എൻ്റെ വീട്ടിലതുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കേടാണ്. എനിക്ക് ശരിക്കും പറയാം എൻ്റെ വീട്ടിലൊന്നും ഇല്ല, എനിക്ക് അത്ര നല്ല അപ്പനമ്മേനാണ് കിട്ടിയേക്കണേന്ന് പറയാൻ പറ്റിയാൽ എനിക്ക് ഭയങ്കര സന്തോഷം.